Hello, my dear children. Good afternoon. Today I have come up with another part of English grammar. In your main course book, page number 20, there is activity number 3. Have you read that activity? The question goes on like this. Read the following sentence from the story. There is a sentence given there and it is actually split into two sentences. There is a particular word used there. What is that? The word and is used. What do you know about the word and? What are the uses of and in a sentence? Let's look at that. And comes under a particular part of speech, that is conjunction. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് 7 പാർട്സ് ആണുള്ളത്, 7 parts of speech. Out of that, one part of speech is conjunction. What is the meaning of the word conjunction, or are you familiar with the word conjunction? Conjunction is a word that helps to join or combine two clauses, phrases or words. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, രണ്ട് സെൻറ്റൻസുകളെ അല്ലെങ്കിൽ രണ്ട് ഫ്രേസസിനെ അല്ലെങ്കിൽ രണ്ട് വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് എന്തെന്ന് പറയുന്നത്, കൺജക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺജക്ഷൻ ആൻഡ് ഔട്ട് ഓഫ് ദാറ്റ് വൺ സച്ച് കാറ്റഗറി ഈസ് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ. ഈ കൺജക്ഷനിലെ ഒരു കാറ്റഗറിയാണ് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് പറയുന്നത്. ഈ കോർഡിനേറ്റിംഗ് കൺജക്ഷനിൽ ഉൾപ്പെടുന്ന ഒരു കണക്റ്റിംഗ് വേർഡാണ് എന്ത്, ആൻഡ് എന്ന വേർഡ്. ഓക്കെ, ആർ യു ഫെമിലിയർ വിത്ത് ദാറ്റ്? I hope it's clear now. Now, if you look at your sentence or if you're speaking in English, we have seen that we normally use the word and several times. പല കാര്യങ്ങളും നമ്മൾ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ച് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ആൻഡ് എന്ന വേർഡ് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, the photos are black and white. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഫോട്ടോസ് എന്തൊക്കെയാണ്, ബ്ലാക്കും വൈറ്റുമാണ് അല്ലേ. അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ രണ്ട് കാര്യങ്ങളുള്ളതിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആൻഡ് എന്ന കൺജക്ഷൻ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ. ടെലിവിഷൻസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആർ വെരി ഡോമിനേറ്റിംഗ് ഇൻ അവർ ഡെയിലി ലൈഫ്. നിങ്ങളെല്ലാവരും കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നവരാണ് അല്ലേ. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, കമ്പ്യൂട്ടർ ആൻഡ് ടെലിവിഷൻ. ആൻഡ് വിച്ച് ഈസ് എ കണക്റ്റിംഗ് വേർഡ് ദർ? And is used as a connecting word. In the similar way, we can complete the activities given in page number 20 and 21. Let's look at the example given in page number 20. He picked it up and looked at it. See, there are two phrases given there. എന്തൊക്കെയാണ്? He picked it up. What is the meaning? അവൻ അത് എടുത്തു. And looked at it. അതിനുശേഷം അവൻ എന്ത് ചെയ്തു? അവൻ അതിലേക്ക് നോക്കി. റൈറ്റ്. അപ്പം ഈ രണ്ട് ആൻഡിൻ്റെ മുൻപും ആൻഡിൻ്റെ ശേഷവും വന്നിരിക്കുന്നതിനെയാണ് രണ്ട് ഫ്രേസസ് എന്ന് പറയുന്നത്. നൗ ബിലോ ദാറ്റ് ദിസ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻടു ടു സെൻറ്റൻസസ്. ഈ തന്നിരിക്കുന്ന ഒറ്റ സെൻറ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മളതിനെ വിഭജിക്കാൻ പോവുകയാണ്. രണ്ട് വ്യത്യസ്ത സെൻറ്റൻസുകളാക്കി, ഒറ്റ സെൻറ്റൻസ് ആയിരുന്ന ഒരു സെൻറ്റൻസിനെ നമ്മൾ വ്യത്യസ്ത രണ്ട് സെൻറ്റൻസുകളാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ഹൗ വി ക്യാൻ സ്പ്ലിറ്റ് ദിസ്. ഹി പിക്ക്ഡ് ഇറ്റ് അപ്പ്. എന്താണ്? വാട്ട് ഈസ് എ മീനിങ്? അവൻ അത് എടുത്തു. അതിനൊരു അർത്ഥമില്ല അവരുടെ സെൻറ്റൻസിന്. ആ സെൻറ്റൻസിന് പൂർണ്ണമായിട്ടൊരു അർത്ഥമുണ്ട്. നൗ ലുക്ക് അറ്റ് ദ സെക്കൻഡ് വൺ. ഹി ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അവൻ അതിലേക്ക് നോക്കി. ആ ഒരു സെൻറ്റൻസിന് പൂർണ്ണമായിട്ടൊരു അർത്ഥമുണ്ടല്ലോ. സി, വിച്ച് വേർഡ് ഈസ് ആക്ച്വലി ഒമിറ്റഡ് ദർ? അവിടെ ഏത് വാക്കാണ് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത്? ആൻഡ് എന്ന വാക്കാണ് നമ്മളവിടെ ഒഴിവാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു സെൻറ്റൻസ് ആൻഡ് എന്ന കൺജക്ഷൻ, കോർഡിനേറ്റിംഗ് കൺജക്ഷൻ ഉപയോഗിച്ച് ഒരുമിച്ച് തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. ആൻഡ് ഈസ് എ കൺജക്ഷൻ ഓർ ഇറ്റ് ഈസ് എ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ ദാറ്റ് ഈസ് യൂസ് ടു കമ്പൈൻ ടു ഡിഫറെൻറ്റ് ഐഡിയാസ്. രണ്ട് വ്യത്യസ്ത ഐഡിയാസിനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? ആൻഡ് എന്ന വേർഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, now let's look at page number 21. There is another example given there.
He held the mirror close to his heart and went home. What is the meaning? അവൻ ആ മിററിനെ അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവൻ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഹൃദയത്തോട് ചേർത്ത് വെച്ചു എന്നുള്ളത് ഒരു സെൻറ്റൻസ്, അവൻ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി എന്നുള്ളത് മറ്റൊരു സെൻറ്റൻസ്. ആൻഡ് വിച്ച് ഈസ് എ കണക്റ്റിംഗ് വേർഡ് ഹിയർ? യാ, ആൻഡ് ഈസ് എ കണക്റ്റിംഗ് വേർഡ്. അങ്ങനെയാണെങ്കിൽ ആൻഡ് എന്ന വേർഡിനെ നമ്മൾ മാറ്റി നിർത്തിയാൽ ഹൗ ക്യാൻ വി സ്പ്ലിറ്റ് ദ പർട്ടിക്കുലർ സെൻറ്റൻസ് ഇൻ ടു 2 ഡിഫറെൻറ്റ് സെൻറ്റൻസസ്? ആൻഡ് എന്ന വാക്കിനെ നമ്മൾ അവിടുന്ന് ഒഴിവാക്കിയാൽ എങ്ങനെയാണ് ഇതിനെ രണ്ടിനെയും 2 വ്യത്യസ്ത സെൻറ്റൻസുകളാക്കി എഴുതുക? ലെറ്റ്സ് ട്രൈ. ഫസ്റ്റ് സെൻറ്റൻസ് വിൽ ബി ലൈക്ക് ദിസ്: He held the mirror close to his heart. Right? Now what will be the next sentence? He went home. അല്ലേ? അപ്പോൾ ആ 2 സെൻറ്റൻസുകൾക്ക് പൂർണ്ണമായിട്ടൊരു അർത്ഥമുണ്ട്. Now what you have to do is, given below is one activity that you have to do. Pick out 2 more sentences from the story The Mirror. The Mirror എന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും 2 സെൻറ്റൻസസ് ഇതുപോലെ എടുക്കുക. ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻ ടു 2 സെൻറ്റൻസസ്. ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ തന്നിരിക്കുന്ന ഏതെങ്കിലും ഇഷ്ടമുള്ള 2 സെൻറ്റൻസസ് ചൂസ് ചെയ്യുക. അതിനെ എന്ത് ചെയ്യണം? 2 വ്യത്യസ്ത സെൻറ്റൻസുകളാക്കി നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, I hope this activity is very easy, so you have to complete it. I will give you examples. Now coming down, there is another activity or another task given to you. There are 2 different sentences. And ഉപയോഗിച്ച് നമുക്ക് 2 സെൻറ്റൻസുകൾ തമ്മിൽ ജോയിൻ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ താഴത്തെ എക്സാമ്പിൾ നോക്കൂ. 2 വ്യത്യസ്ത സെൻറ്റൻസുകളാണ് അവിടെ തന്നിരിക്കുന്നത്. And what is the activity for you? You have to combine them using and. And എന്ന കോർഡിനേറ്റിംഗ് കൺജക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ തന്നിരിക്കുന്ന വ്യത്യസ്ത സെൻറ്റൻസുകളെ യോജിപ്പിച്ച് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് എഴുതണം. Look at the first example given there. She looked eagerly into it. She saw the face of a woman it. ആ 2 സെൻറ്റൻസുകളിലും ഏത് വാക്കാണ് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്? ആ 2 സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം വിച്ച് ഈസ് എ കോമൺ വേർഡ് ദർ. ഷീ അല്ലേ? ഷീ എന്ന പ്രോനൗൺ ആണ് അവിടെ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന വാക്കിനെ അവിടെ നിന്ന് ഒഴിവാക്കാം അല്ലേ? ലെറ്റ്സ് ട്രൈ. ഷീ ലുക്ക്ഡ് ഈഗർലി ഇൻ ടു ഇറ്റ് ആൻഡ് സോ ദ ഫേസ് ഓഫ് എ വുമൺ ഇൻ ഇറ്റ്. എന്താ നമ്മൾ ചെയ്തത്? ഷീ എന്ന വാക്ക് 2ാമത്തെ സെൻറ്റൻസിന് തുടക്കത്തിലുള്ള ഷീ എന്ന വാക്ക് അവിടെ ഒഴിവാക്കി, ആദ്യത്തെ സെൻറ്റൻസിന് അവസാനമുള്ള ഫുൾ സ്റ്റോപ്പ് ഒഴിവാക്കി. ഇതിന് 2നും കൂടെ പകരമായിട്ട് നമ്മൾ എന്തവിടെ ആഡ് ചെയ്തു? ആൻഡ് എന്ന കോർഡിനേറ്റിംഗ് കൺജക്ഷൻ അവിടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിച്ചു? 2 വ്യത്യസ്ത സെൻറ്റൻസുകളായിട്ടിരുന്ന സെൻറ്റൻസുകളെ നമ്മൾ ഒറ്റ കമ്പൈൻ ചെയ്ത് 1 സിംഗിൾ സെൻറ്റൻസ് ആക്കി എഴുതി. ഓക്കെ, now in the similar way what you have to do is you have to find more examples from your chapter and you can try out to combine these 2 sentences. 2 വ്യത്യസ്ത സെൻറ്റൻസുകളെ ഇതുപോലെ എടുത്ത് ആ 2 സെൻറ്റൻസുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, ആൻഡ് ഹിയർ there are some more examples for the combination as well as the splitting of different sentences using the coordinating conjunction. ഇവിടെ തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? കൂടുതൽ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എല്ലാവരും ഈ എക്സാമ്പിൾസ് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, now in page number 21 there is one more question asked to you. Is and used to connect 2 sentences only. And എന്ന കോർഡിനേറ്റിംഗ് കൺജക്ഷൻ നമ്മൾ 2 സെൻറ്റൻസുകൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. വാട്ട് എൽസ് ഈസ് ആൻഡ് യൂസ്ഡ് ഫോർ? മറ്റെന്തൊക്കെ ഉപയോഗങ്ങളാണ് ആൻഡ് എന്ന വാക്കുകൊണ്ടുള്ളത്? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നോർമലി ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഇൻ വാട്ട് ഓൾ കേസസ് ഡു വി യൂസ് ദ വേർഡ് ആൻഡ്? ഇപ്പം നമ്മൾ ഉപയോഗിച്ച പോലെ 2 സെൻറ്റൻസുകൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് കൂടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ കമ്പൈൻ ചെയ്ത് പറയാൻ വേണ്ടി നമ്മൾ ആൻഡ് എന്ന കോർഡിനേറ്റിംഗ് കൺജക്ഷൻ യൂസ് ചെയ്യാറുണ്ടോ? വാട്ട് ഈസ് യുവർ ഐഡിയ അബൌട്ട് ഇറ്റ്? ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. നോർമലി വി യൂസ് ആൻഡ് ടു കമ്പൈൻ 2 വേർഡ്സ് അല്ലേ? എന്തെങ്കിലും 2 ഓപ്ഷൻസ് പോലെ 2 വാക്കുകൾ നമ്മൾക്ക് ഒരുമിച്ച് പറയണം. അത് കോമയിട്ട് പറയുന്നതിനേക്കാളും വളരെ കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ആൻഡ് എന്ന വേർഡ് ഉപയോഗിച്ച് നമുക്ക് പറയാം അല്ലേ? ഫോർ എക്സാമ്പിൾ, ഐ എം ആസ്കിങ് യു 1 ക്വസ്റ്റ്യൻ. വിച്ച് ആർ യുവർ ഫേവറേറ്റ് കളേഴ്സ്? നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള നിറങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് വിൽ ബി യുവർ ആൻസർ? one answer could be like this: my favorite colors are yellow and blue. അല്ലേ?
ഇപ്പോൾ അവിടെ ആൻഡ് എന്ന വേർഡ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? എനിക്ക് 2 ഓപ്ഷൻസ് പറയണം. ആ 2 വാക്കുകളെ തമ്മിൽ കമ്പൈൻ ചെയ്ത് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചു? ആൻഡ് എന്ന വേർഡ് ഉപയോഗിച്ചു. റൈറ്റ്? So in this way, here there are some more examples. You have to take down these examples in your notebook. Okay. So in this particular way you can find more examples from your chapters. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ മറ്റ് ബുക്സ് വായിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിരിക്കുന്ന സെൻറ്റൻസുകളെയും വേർഡ്സിനെയും നിങ്ങൾ ഇതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ. I hope this particular portion is clear for you and complete your homeworks at the earliest. Okay. Thank you.